ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കിന്നക്കോലെ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. 2-2:30 ആയപ്പോൾ ഇവിടെ എത്തി. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ 3 മണിയായി. ഇനി നമ്മൾ നേരെ പോകുന്നത് മസനഗുഡിക്കാണ്. മസനഗുഡിക്ക് എന്ന് പറയുമ്പോൾ മസനഗുഡി ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസനഗുഡി വൈകുന്നേരം പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണി സമയത്തിന് മസനഗുഡിയിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്തിന് നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരുപാട് പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് മസനഗുഡി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. രാവിലെയൊക്കെ നല്ല മൂടിക്കെട്ടി കിടക്കായിരുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പം നല്ലൊരു ആശ്വാസം. ഞാനിപ്പോൾ ഊട്ടിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു 30 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്കിനി മസനഗുഡി എത്താൻ വേണ്ടിയിട്ട്. മുതുമല ടൈഗർ റിസർവ് വഴിയാണ് നമ്മൾ മസനഗുഡിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് നേരെ ഇനി ചുരം ഇറങ്ങണം. ചുരം ഇറങ്ങി വേണം ഇനി മസനഗുഡി റൂട്ടിൽ പോകുന്നത്. അപ്പോൾ ചുരം ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലത്തെ കാലാവസ്ഥയൊന്നുമല്ല, കുറച്ചുകൂടെ ചൂടാണ്. നമ്മുടെ ഊട്ടിയിലെ പോലെ നല്ല തണുപ്പുള്ള കാറ്റൊന്നും അല്ല മസനഗുഡി അത്യാവശ്യം ചൂടുള്ളൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയൊന്നും ഇല്ലാത്ത സമയം അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ലാൻഡായിട്ടായിരിക്കും മസനഗുഡി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കണ്ട ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. ഊട്ടി നഗരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കുതിരകളൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഊട്ടിയിൽ നിന്ന് ചുരം ഇറങ്ങി ഇപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നേരെ മസനഗുഡി റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വന്നാലും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചൂടാണ് കേട്ടോ, നല്ല ചൂടായിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ടൊരു അങ്ങനെ പച്ചപ്പൊന്നും എടുത്ത് പറയാനായിട്ടില്ല. മരങ്ങളിലൊക്കെ ഇലകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മസനഗുഡി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വന്ന സമയത്ത് കുറച്ച് വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും അധികം കാണാൻ പറ്റില്ല. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നേരെ ഇനി മസനഗുഡിയിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോകാൻ പോകുന്നത്. അന്നേരം ആ സമയത്ത് നമുക്ക് കുറച്ചധികം മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മസനഗുഡി എത്തിയിട്ടുണ്ട്. മസനഗുഡിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഊട്ടി പോകുന്ന വഴിക്കുള്ള റൂട്ടിൽ ഈ പറയുമ്പോൾ ഒരു കുറച്ച് മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. മാന്, അതുപോലെ തന്നെ കാട്ടുപോത്ത്, പിന്നെ ആനയെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് മാനെ കണ്ടു. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡൊന്നും അല്ല, അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് 1-2 ക്ലിക്സ് മാത്രം എടുത്തിട്ട് ഞാനങ്ങ് നിർത്തി. മാനൊക്കെ നമുക്ക് ദൂരോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാണുന്നുണ്ട് കേട്ടോ, മാനിനെയൊക്കെ. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ഒരുപാട് അങ്ങനെയൊന്നുമില്ല. പിന്നെ മാനും കാട്ടുപോത്ത് സൈറ്റ് സീയിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാട്ടുപോത്തിനൊക്കെ കാണാൻ പറ്റുന്ന റൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഒരുപാടൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇനി എനിക്ക് നേരെ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് പൈൻ ഫോറസ്റ്റിലും കൂടെ ഇറങ്ങാൻ വേണ്ടി ഉള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ 4:30 ആകും പോകണം. 6 മണിക്കകത്ത് അവിടെ എത്തണം. അപ്പോൾ ഞാൻ ഇവിടെ നേരെ തിരിക്കുകയാണ്. എനിക്ക് 2 ദിവസത്തെ യാത്രയിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് തമിഴ്നാട്ടിലെ റോഡുകളാണ് കേട്ടോ. ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു റൈഡറായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഏറ്റവും നമ്മളൊരു സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കുന്നത് തന്നെ അവിടുത്തെ റോഡുകളുടെ ഭംഗിയാണ്. മസനഗുഡി ടു ഊട്ടിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ആ ഒരു റൂട്ട് ഊട്ടി ടു മസനഗുഡി അല്ല, മസനഗുഡി ടു ഊട്ടി. അതായത് നമുക്ക് നേരെ ഫ്രണ്ടിൽ മലനിരകളെയൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. കാരണം അത്ര നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനുമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്ലസ് ആണ്. എനിക്ക് ഇന്നത്തെ യാത്രയിൽ എനിക്ക് ആനകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അതേസമയം മാനുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റി. അതുപോലെ തന്നെ ചെറുതും വലുതായിട്ടുള്ള മാനുകൾ, അതുപോലെ തന്നെ കാട്ടുപന്നി, മയിൽ, അങ്ങനെയുള്ള മൃഗങ്ങളെ ജീവികളൊക്കെ ഒത്തിരി കാണാൻ പറ്റി കേട്ടോ. നമ്മളിപ്പോൾ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള റൂട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. വേണ്ടില്ല, നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു പാലം ഇതാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയ. പന്നികളൊക്കെ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ? പന്നികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന ആ സ്ഥലം, മസനഗുഡിയിലെ. അങ്ങനെ ഞാൻ മസനഗുഡിയിൽ നിന്ന് മുതുമല ടൈഗർ റിസർവ് വഴി ചുരം കയറി നേരെ ഊട്ടിയിലേക്കുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോകുന്നത് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഊട്ടിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറിയാണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ സമയം 5:15 കഴിഞ്ഞിട്ടുണ്ട്. 5:45 അല്ലെങ്കിൽ 6 മണിക്കുള്ളിൽ തന്നെ ഇവിടുത്തെ എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രി എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുത്ത ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് 30 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. താഴെ ഒരു ലേക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ 5:30 കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്.
താഴെ ഒരു ലേക്കുണ്ട്, അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴത്തെ ഒരു ലേക്കിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. പൈൻ ഫോറസ്റ്റിനകത്ത് കാണാനുള്ളതാ ഇതുപോലെ പൈൻ മരങ്ങളും പിന്നെ ലേക്കുകളും ആണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരമായി. ഇപ്പോൾ ഇനി എന്തായാലും ഇന്നത്തേക്ക് വേറെ യാത്രയൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പോയത് കിണ്ണക്കോരയിലേക്കാണ്. കിണ്ണക്കോരയിലേക്ക് രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് എത്തി. എന്നിട്ട് അതിനുശേഷം നമ്മൾ മസിനഗുഡി പോയി. മസിനഗുഡി പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിട്ടാണ് ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് കയറിയത്. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഈ റോട്ടിൽ ഇനി ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൈക്കര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസിലെത്തും. പക്ഷെ നമ്മൾ അവിടേക്ക് പോകാനുള്ള പ്ലാൻ ഇല്ല. കാരണം വെച്ചാൽ ഒത്തിരി ദൂരമാണ്. കാരണം ഇന്ന് തന്നെ ഒരുപാട് ദൂരം യാത്ര പോയിട്ട് വന്നു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടഗിരി ഇതുപോലെ തന്നെ ഊട്ടി പോലത്തെ ഒരു ടൗൺ ആണ്. അല്ലെങ്കിൽ കിണ്ണക്കോരെ പോകുമ്പോൾ നമ്മൾ കാണുന്ന അതേ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കോട്ടഗിരിയിലും കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടഗിരി വേണ്ടെന്ന് വെച്ചു. പിന്നെ നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കണം. നാളെ രാവിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒന്ന് ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ പോയിട്ട് ടോയ് ട്രെയിനിൻ്റെ കാഴ്ചകൾ പറ്റുമെങ്കിൽ എടുക്കണം നാളെ 9 മണിക്ക്. ഇന്ന് എന്തായാലും പറ്റിയില്ല, കാരണം ഇന്ന് 9 മണിക്ക് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കിണ്ണക്കോരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ ടോയ് ട്രെയിനിൻ്റെ കാഴ്ചകൾ കാണണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ അടുത്ത് സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നമുക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ പേരെന്തോ പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മുടെ റൂമിലെ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ എന്തായാലും അവിടെയും കൂടെ പോകണം. 9 മണിക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഓപ്പൺ ആവും. ഈ 2 സ്ഥലത്തും പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോകാനാണ് പ്ലാൻ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തൃശ്ശൂർ അതിരപ്പള്ളി വഴി അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് സമയം കിട്ടുന്ന പോലെ എന്തായാലും അതും കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഞാൻ തിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം മണി ഇപ്പോൾ 5:45 പോകണം. 5:45 ക്ലോസ് ചെയ്യും. എന്തായാലും ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചട്ടം കിട്ടിയില്ല. കണ്ടില്ലേ മേളിൽ ഒരു കൂട്ടം കുട്ടികൾ ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഓ കാസർഗോഡാ കണ്ടില്ലേ, കാസർഗോഡ് നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഒരു കുട്ടികളുടെ സംഘം ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരം കുറച്ച് വൈകിയെങ്കിലും കൊള്ളാം. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇത് കേട്ടോ. ഉറപ്പായിട്ടും നല്ല ശാന്തതയുണ്ട് കേട്ടോ. ഇവിടെ നല്ല എക്കോ വരുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്. നല്ല അടിപൊളി വൈബാണ്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ ഇത്, ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ്. നല്ല രസമുണ്ട്, നല്ലൊരു വൈബാണ് കണ്ടോ. ഇവിടെ കയറാനായിട്ട് എൻട്രി ഫീ ഉണ്ട്, 30 രൂപയാണ്. അതാ ഇവിടെ എന്താ കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് കുരങ്ങന്മാരുടെ അടുത്തോട്ട് പോവാം. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നും അടിച്ചുകൊണ്ട് പോയിരുന്നാൽ മതിയായിരുന്നു. കുരങ്ങന്മാരൊക്കെ ചറവറ ഓടുന്നുണ്ട്. ഇതെല്ലാം എങ്ങോട്ട് ഓടണേ? ഇതടുത്തത് അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഊട്ടി നഗരത്തിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആരും മിസ് ചെയ്തേക്കരുത്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.